നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയായി CPM, CPI നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലുമാണ് ഇന്ന് നടക്കുന്നത്. 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. 15 സീറ്റിലേക്കുള്ള CPM സ്ഥാനാർത്ഥി പട്ടികയിലും പ്രഖ്യാപനം മാത്രമാണ് ബാക്കി. മറ്റന്നാൾ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപനമുണ്ടാകും. സ്ഥാനാർത്ഥി പട്ടിക ഒരു ദിവസം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ CPM, CPI നേതൃത്വങ്ങൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. എറണാകുളത്ത് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന KG ഷൈൻ പ്രചാരണം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ടയിൽ ഏറെ നേരത്തെ തന്നെ തോമസ് ഐസക്കും പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമായ കോട്ടയത്തും ഔദ്യോഗികമായി തന്നെ പ്രചാരണം ആരംഭിച്ചു. സംസ്ഥാനത്താകെയുള്ള 20-ൽ 15 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. 4 CPIയും 1 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുമാണുള്ളത്. കാസർഗോഡ് MV ബാലകൃഷ്ണൻ, കണ്ണൂരിൽ MV ജയരാജൻ, വടകരയിൽ KK ശൈലജ, വയനാട്ടിൽ ആനി രാജ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറത്ത് V വസീഫ്, പൊന്നാനിയിൽ KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ, തൃശൂരിൽ VS സുനിൽകുമാർ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, എറണാകുളത്ത് KG ഷൈൻ, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, ആലപ്പുഴയിൽ AM ആരിഫ്, മാവേലിക്കരയിൽ CA അരുൺകുമാർ, കൊല്ലത്ത് M മുകേഷ്, ആറ്റിങ്ങൽ V ജോയ്, തിരുവനന്തപുരത്ത് പന്നീൻ രവീന്ദ്രൻ എന്നിവരാണ് ഇടത് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്.